നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച് കളയുന്ന ഒരു ചിരട്ടയെ നമുക്ക് ഇതുകൊണ്ട് ഉപയോഗപ്രദമായ ഒരു വസ്തുവാക്കി മാറ്റിയെടുത്താലോ? ഇതുണ്ടാക്കാൻ ഞാൻ ഇതുകൊണ്ട് അത്യാവശ്യം വലിപ്പവും നല്ല ഷേപ്പുമുള്ള ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് തേങ്ങയ്ക്ക് മുകളിലുള്ള നാര് നമുക്ക് നീക്കം ചെയ്യാം. നീക്കം ചെയ്യാൻ ഇവിടെ 100ന്റെ സാൻഡ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇതുകൊണ്ട് മെഷീൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാര് സാൻഡ് പേപ്പർ വെച്ച് കൈകൊണ്ട് നീക്കം ചെയ്യാവുന്നതേ ഉള്ളൂ. മെഷീൻ ഉപയോഗിച്ച് നമ്മൾ നാര് നീക്കം ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം നേരം തന്നെ ഒരിടത്ത് നിർത്താൻ പാടില്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത്രയും ഭാഗം തേഞ്ഞ് മാറും. 100ന്റെ സാൻഡ് പേപ്പർ നമ്മൾ ഇട്ട ശേഷം ഇനി 120ന്റെ സാൻഡ് പേപ്പർ ഇട്ട് നമുക്ക് ഒന്നുകൂടെ ഫിനിഷ് ചെയ്യാം. 120ന്റെ പേപ്പറും പിടിച്ച ശേഷം നമുക്ക് ഇതിന് മുകളിൽ ഹോൾ ഉണ്ടാക്കി ഇതിനകത്ത് തേങ്ങാ വെള്ളം നീക്കം ചെയ്യാം. ഇനി തേങ്ങയുടെ കണ്ണ് വരുന്ന ഭാഗത്ത് നമുക്ക് ഇതുകൊണ്ട് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കാം. എന്നിട്ട് ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഭാഗം ചിരട്ടയ്ക്ക് കേടുപാട് പറ്റാതെ നമുക്ക് നീക്കം ചെയ്യാം. ഞാനിത് നീക്കാനായിട്ട് വളരെയധികം കഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ നീക്കം ചെയ്യുന്ന അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഒരുവിധം ഞാൻ ഇതിനകത്തെ കാമ്പ് മുഴുവൻ നീക്കം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു ചിരട്ട അടിവശം ഞാൻ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ചെറിയൊരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. ആ ഡിസൈനിൽ കൂടെ നമുക്ക് ചെറിയൊരു മാർക്കിംഗ് ആദ്യം കൊടുക്കാം. ഇനി ആ മാർക്ക് ചെയ്ത ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അങ്ങനെ മാർക്ക് ചെയ്ത എല്ലാ ഭാഗവും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ എഡ്ജുകളെല്ലാം ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചിരട്ടയുടെ മുകളിൽ വീണ്ടും ഒരു റൗണ്ട് ഷേപ്പ് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ എഡ്ജൂടെ നമുക്കൊന്ന് സ്മൂത്ത് ആക്കി എടുക്കാം. ഇനി ഞാൻ ഇതുകൊണ്ട് തീർന്ന ഒരു ഹാൻഡ് വാഷിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മണ്ടഭാഗം നമുക്ക് മുറിച്ചെടുക്കാം. ഇനി നമ്മളെടുത്ത ചിരട്ടയുടെ മണ്ടലോട്ട് ആ ത്രെഡ് വരുന്ന ഭാഗം നമുക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടത് എംസിയിലിട്ട് നല്ലതായിട്ട് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്റ്റാൻഡോട് ഇതിനടി വെച്ചിട്ട് എംസിയിലിട്ട് നല്ലതായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ എംസിയിൽ ഉണങ്ങുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ എംസിയിൽ നല്ലതായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി എംസിയിലിട്ട ഭാഗം നമുക്ക് പേപ്പർ ഒടിച്ച് സ്മൂത്ത് ആക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് വുഡ് കീപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ വുഡ് കീപ്പർ നമുക്ക് ബ്രഷോ അല്ലെങ്കിൽ വേസ്റ്റ് തുണിയോ ഇട്ടിട്ട് നമുക്ക് ചിരട്ടയിലോട്ട് നല്ലതായിട്ട് തേച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലതായിട്ട് ഉണങ്ങുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ അടിച്ചു വെച്ച വുഡ് കീപ്പറൊക്കെ ഇതിനകത്ത് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതിൻ്റെ ടോപ്പിലെ അടപ്പ് ഇതാണ്. ഇത് നമുക്കിങ്ങനെ ജസ്റ്റ് കയറ്റിയിട്ടിട്ട് അടച്ചു കൊടുത്താൽ മതി. കണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ടിരുന്നോളും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ലിക്വിഡ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനു വേണ്ടി നേരത്തെ വീട്ടിൽ മേടിച്ചൊരു ഹാൻഡ് വാഷാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ ടോപ്പ് കവർ അങ്ങ് പൊട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഹാൻഡ് വാഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കവർ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ നോർമൽ ഉപയോഗിക്കുന്നതിലോട്ട് തന്നെ പുഷ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായിട്ട് പേജിൽ നിന്ന് ഫോളോ ചെയ്യുക.